ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കിയാലോ. പൊട്ടറ്റോ കറി എന്ന് പറയുമ്പോൾ നോൺ വെജ് കറിയുടെ ടേസ്റ്റിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. തേങ്ങക്കൊത്തൊക്കെ ചേർത്ത് നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കില്ലേ, ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ബീഫ് റോസ്റ്റിന്റെ ടേസ്റ്റിൽ നമ്മൾ പൊട്ടറ്റോ ഉപയോഗിച്ച് വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പൊട്ടറ്റോ ബീഫ് റോസ്റ്റിന്റെ രീതിയിൽ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3 മീഡിയം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. സവോള കൂടുതൽ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോള വഴറ്റി വരുമ്പോൾ കുറച്ചിലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് വലിയ സവോള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ സവോള ആണെങ്കിൽ 2 or 3 എടുത്തോളൂ. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ 3 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ബാക്കി പൊടികളൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങും സവോളയും തക്കാളിയും തേങ്ങക്കൊത്തും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സവോള തീരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബീഫിലേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് തേങ്ങക്കൊത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തു. തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്യുന്നതിന് വരെ ചതച്ചെടുത്താലും മതി കേട്ടോ. 2 രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുക. ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ഉരുളക്കിഴങ്ങ് ഒരു 15 മിനിറ്റ് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ വേണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1-2 കാര്യങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനാവശ്യമായ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങക്കൊത്താണ്. തേങ്ങക്കൊത്തൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയി വരണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കളറ് മാറിപ്പോവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഒരു ചെറിയ ബർണറിൽ വെച്ചിട്ട് വേണം ഈ ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്. പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചവെള്ളം ചേർക്കരുത്. തിളച്ച വെള്ളം മാത്രം ചേർത്തിട്ട് കറി ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് ഒന്നിനും കൊള്ളില്ല, മോശമായി പോകും കറിയുടെ ടേസ്റ്റ്. അതുകൊണ്ട് എപ്പോഴും നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൂടുവെള്ളം, അതായത് തിളച്ച വെള്ളം മാത്രം യൂസ് ചെയ്യാം. അപ്പോഴാണ് നല്ല ടേസ്റ്റുള്ള കറി കിട്ടുക കേട്ടോ. നമ്മുടെ തേങ്ങക്കൊത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ കൂടുതലല്ലേ എന്ന് തോന്നും, പക്ഷേ ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമാണ്. ചില റെസിപ്പികളിൽ മാത്രമേ ഞാൻ ഇതുപോലെ വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കൂ എന്ന് പറയാറുള്ളൂ. ഇപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ കളറ് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് കളറ് മാറിയിട്ടുണ്ടെങ്കിലും തേങ്ങക്കൊത്ത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, അല്ലാതെ ബലം കൂടിപ്പോവും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അതിനാണ് കുറച്ച് വൈഡായിട്ടുള്ള പാൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഇത് കുറച്ച് സമയം എടുക്കും ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ആയി വരാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കും വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. അധികം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ഇതിൻ്റെ കൂടെ തന്നെ സവോളയും പച്ചമുളകും, ഇത്രയും കാര്യങ്ങളും കൂടെ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് വറവിടണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച് പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ കറിയിൽ വറവിടുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വേഗം വഴന്ന് കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിനെ മറന്നു പോരുത്. ഉരുളക്കിഴങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വേഗം കുക്കായി വരില്ല, എങ്കിലും ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് വരണം, അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
ഇതാ നമ്മുടെ സവോള അപ്പുറത്ത് വഴറ്റുന്നുണ്ട്. ഈ ബർണറിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിവിടെ സവോള വഴന്ന് കഴിയുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ട് കുക്കായി വരട്ടെ. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളിയും ചേർത്ത് തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴേ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ തക്കാളിയിലേക്ക് ആ ഒരു മസാലകളൊക്കെ പിടിച്ച് സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ പൊടികളുടെ റോ ടേസ്റ്റ് മാറി കിട്ടുകയും ചെയ്യും. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരികയും ചെയ്യും. ഒന്നുകൂടി തക്കാളി സോഫ്റ്റ് ആയി വരും. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർക്കാം. പിന്നെ നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമുക്കിതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആ എണ്ണയോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങ് ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ബാക്കി കുക്കായി വരണം. ഉരുളക്കിഴങ്ങ് 3/4 ഭാഗം കുക്കായതാണ്. ബാക്കി ഉരുളക്കിഴങ്ങ് ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ടാണ് കുക്കായി വരേണ്ടത്. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. സവോളയിലേക്കുള്ള മസാലയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലുള്ള മസാലയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പിടിച്ചു വന്നു കഴിഞ്ഞിട്ടേ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എരിവ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ കറക്റ്റ് ആവുള്ളൂ. അതിനുള്ള സമയം കൊടുക്കുക. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക കേട്ടോ. 7 മിനിറ്റ് വരെ അടച്ചു വെച്ചാലാണ് കറക്റ്റായിട്ട് ഉപ്പൊക്കെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇതാ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഉരുളക്കിഴങ്ങൊക്കെ ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ ഇറച്ചിക്കറിയുടെ ബീഫ് കറിയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് പെരിഞ്ജീരകം പൊടിച്ചത്. അപ്പോൾ പെരിഞ്ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് ചതച്ചെടുക്കാം കേട്ടോ. അങ്ങനെയും ചേർക്കാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് പെരിഞ്ജീരകം ചേർക്കാം. ലാസ്റ്റ് പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുമ്പോഴാണ് നമുക്ക് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരുപാട് ഇളക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകും. പിന്നെ നമ്മൾ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് പഞ്ചസാര. ആ തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ വരുന്ന ഉരുളക്കിഴങ്ങ് കറി. വെജിറ്റേറിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അതാ ഫ്ലെയിം ഓഫ് ചെയ്തോ കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇടയ്ക്ക് ആ തേങ്ങ കൊത്തൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.